ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CVD നോക്കി, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ നോക്കി. സോ അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, പക്ഷേ അതിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷനിലൂടെ നമ്മൾ ഓരോ മെറ്റീരിയൽസ് വേഫറിൻ്റെ മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ബട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മെറ്റൽസ് മീൻസ് നമുക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റലിൽ നിന്ന് അതിൻ്റെ ആറ്റംസിനെ ഇവാപ്പറേറ്റ് ചെയ്യിപ്പിച്ച് ആ ഇവാപ്പറേഷനിലൂടെ നമ്മൾ കണ്ടൻസ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടുത്തെ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് PVD എന്ന് പറയുന്നത്? അതിൻ്റെ ബേസിക് ഒരു ഇല്ലസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ചേമ്പർ ഉണ്ടാവും, ആ ചേമ്പർ ഒരു വാക്വം ചേമ്പർ ആയിരിക്കും. ഈ ചേമ്പറിൽ നമ്മൾ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിൽ ആർഗൺ ഗ്യാസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആർഗൺ ഗ്യാസ് നമ്മൾ ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് കൂടെ ഇവിടെ നമുക്ക് ഏതാണോ നമ്മളൊരു മെറ്റീരിയൽ കോട്ടിങ് ചെയ്യേണ്ടത്, ആ മെറ്റീരിയൽ കോട്ടിങ്ങിൻ്റെ ആ ഒരു കമ്പോണൻറ്റ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എവിടെയാണോ കോട്ടിങ് ചെയ്യേണ്ടത് ആ കോട്ടിങ് ചെയ്യേണ്ട ആ ഒരു വേഫർ അല്ലെങ്കിൽ സബ്സ്ട്രാറ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ സിലിക്കൺ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിലിക്കണിൻ്റെ വേഫർ നമ്മളിവിടെ വെച്ചിട്ടുണ്ടാവും. ദെൻ ഇതൊരു നമ്മൾ വോൾട്ടേജ് DC ഒരു നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് ഒരു ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ്റെ ഒരു കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പാരറ്റസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതിൽ നിന്ന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ്ലി എല്ലാ PVDസിലും നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി തന്നെയാണ്. സോ റേഡിയോ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ നമ്മളിതൊരു വാക്വം ചേമ്പറിൽ നമ്മൾ ആർഗൺ ഗ്യാസിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്ന സമയത്ത് ആ ആർഗൺ ഗ്യാസ് ഈ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പോയി നിൽക്കുകയും ആ സമയത്ത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സപ്ലൈ കൊടുക്കുകയും RF സോഴ്സിൽ നിന്ന് സപ്ലൈ കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മളൊരു ഹൈ വോൾട്ടേജ് DC സപ്ലൈ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഈ ഇരിക്കുന്ന ആർഗണിൽ അയൺസ് അയണൈസ്ഡ് ആവുകയും ഭയങ്കര വെലോസിറ്റി അതിന് കിട്ടുകയും ആ അയൺസ് പോയിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടാർഗറ്റ് അതെന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയലാണോ നമുക്ക് വേണ്ടത് ഈ സബ്സ്ട്രാറ്റിൽ കോട്ടിങ് ചെയ്യേണ്ടത്, ആ മെറ്റീരിയലാണ് നമ്മളിവിടെ ടാർഗറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിലേക്ക് അയൺസ് സ്പീഡിൽ പോയിട്ട് ഹിറ്റ് ആവുകയും ചെയ്യും. ഈ ഹിറ്റ് ആവുന്ന സമയത്ത് അവിടെ ഒരു ബോംബാർഡ് സംഭവിക്കും, ഒരു ബ്ലാസ്റ്റിംഗ് സംഭവിക്കും. ആ ബ്ലാസ്റ്റിംഗ് സംഭവിക്കുന്ന ആ ഒരു സമയത്ത് ഈ അയൺസിൽ ഹിറ്റ് ആവുമ്പോൾ ഈ ടാർഗറ്റിലെ ആറ്റംസ് അവിടുന്ന് വേപ്പറൈസ്ഡ് ആയിട്ട് അവിടുന്ന് ബോംബാർഡ് സംഭവിച്ച് അവിടുന്ന് വേപ്പറൈസ്ഡ് ആയിട്ട് ഇതിൽ പുറത്തേക്ക് വരികയും, അതാണ് ഇവിടെ റെഡ് ഡോട്ട്സ് ഇവിടെ കാണുന്നത്, പുറത്തേക്ക് വരും, വേപ്പറായിട്ട് പുറത്തേക്ക് വരികയും അത് ഇവിടെയുള്ള നമ്മുടെ എവിടെയാണോ കോട്ടിങ് കൊടുക്കേണ്ടത് ആ വേഫറിൽ പോയിട്ട് കണ്ടൻസ്ഡ് ആവുകയും അതിനാൽ വേപ്പേർഡ് ഇവിടെ ഉണ്ടായിരുന്ന ആറ്റംസ് അതിൽ പോയി കണ്ടൻസ്ഡ് ആയി അതിൽ കോട്ടിങ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവണ്ട, നമ്മുടെ ആർഗൺ ഗ്യാസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ആർഗൺ ഗ്യാസ് ആണ് ഇവിടെ നിന്ന് ടാർഗറ്റിൽ നിന്നുള്ള ഈ മെറ്റീരിയൽസിൻ്റെ ആറ്റംസ് ഇതിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പോൾ ഈ വേർതിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി സോഴ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് DC കൊടുക്കുകയോ സമയത്ത് ഈ ആർഗൺ ഗ്യാസിലെ അയൺസ് അയണൈസ്ഡ് ആവുകയും ഭയങ്കര വെലോസിറ്റി കിട്ടുകയും ചെയ്യും. അത് പോയിട്ട് ഈ ടാർഗറ്റിൽ പോയി ഹിറ്റാവുന്ന സമയത്ത് ഒരു ബോംബാർഡ് റിയാക്ഷൻസ് അവിടെ സംഭവിക്കും. അപ്പോൾ ആ ബോംബാർഡ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ടാർഗറ്റിൽ ഉണ്ടാവുന്ന ആ ഹിറ്റായിട്ട് ഓരോ ആറ്റംസ് അതിൽ നിന്ന് വേർതിരിഞ്ഞ് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് നേരെ പോയിട്ട് നമ്മുടെ വേഫറിൽ പോയി കോട്ടിംഗ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നാനോമീറ്റർ ടു മൈക്രോമീറ്റർ സൈസിലേക്ക് ഇത് കോട്ടിംഗ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽസ് കോട്ടിംഗ് കൊടുക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നമ്മുടെ പ്രോസസ്സറുകളെല്ലാം ഇപ്പോൾ നമ്മൾ ഫോണിൽ പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സ് അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ പ്രോസസ്സറിലെല്ലാം നമുക്ക് ഗോൾഡിൻ്റെ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് നമ്മൾ കണ്ട ഒരു ന്യൂസാണ്, ഗോൾഡിൻ്റെ വില കൂടിയതുകൊണ്ട് പ്രോസസ്സറിൻ്റെ വില കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പോൾ ഗോൾഡ് നമുക്ക് കോട്ടിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ആ വേഫറിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ PVD ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോൾഡ് മാത്രം തന്നെയല്ല, അലുമിനിയം കോട്ടിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ ക്രോമിയം, ടൈറ്റാനിയം, പ്ലാറ്റിനം, കോപ്പർ പോലത്തുള്ള കോട്ടിങ്സ് എല്ലാം നമ്മൾ ഈ വേഫറിൽ കൊടുക്കാറുണ്ട്. പല മൈക്രോ ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ പ്രോസസ്സേഴ്സിന് വേണ്ടി നമ്മൾ പല രീതിയിൽ പല ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് എന്നുള്ളത്, PVD എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനോമീറ്റർ ടു മൈക്രോമീറ്റർ നമുക്ക് ഇത് ചെയ്യാം. 500 EV എന്ന് പറയുന്ന ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലുള്ള 500 EV ആർഗൺ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.08 പോലത്തുള്ള 1ൻ്റെ മുകളിൽ വരുന്ന രീതിയിലുള്ള ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ് പറയുക,
അത്രയും ആറ്റംസിനെ ഇതിൽ നിന്ന് നമ്മൾക്ക് വേപ്പറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആർഗൺ നമ്മൾ സപ്ലൈ ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു മെത്തേഡിനെ സ്പൊട്ടറിംഗ് എന്നാണ് നമ്മൾ പറയാറ്. സോ ഇതിൽ നിന്ന് വേറെ വേപ്പറൈസേഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുണ്ട്, നമുക്ക് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ ഉണ്ട്. അതിലെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് മെറ്റലിനെ വേപ്പറൈസ് ചെയ്യിപ്പിക്കും. പറഞ്ഞാൽ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് സോണിൽ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വേപ്പറൈസ് ചെയ്തിട്ട് ആറ്റംസിനെ വേപ്പറൈസ് ചെയ്തിട്ട് അതിന് ഇതിലേക്ക് കോട്ടിങ് കൊടുക്കുന്ന മെത്തേഡാണ് ഈ വേപ്പറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ലോ പ്രഷർ ലോ ടെമ്പറേച്ചറാണ്, പ്ലാസ്മയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. പ്ലാസ്മ എൻഹാൻസ്ഡ് PVD എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ പറയാം. ആ പ്ലാസ്മ റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞില്ല RF അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് DC കൊടുത്തിട്ട് അതിനെ അയണൈസ് ചെയ്യിപ്പിച്ചു ആർഗണിനെ, എന്നിട്ട് ആ അയൺസ് പോയി ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് വേപ്പറൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഞാൻ പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിലെ ഫിഗേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വേഫേഴ്സ് ഇതിലേക്ക് വെക്കാം. വേഫേഴ്സ് വെച്ചിട്ട് ടാർഗറ്റ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഇതിലേക്ക് പോകുമ്പോൾ പ്ലാസ്മ നടന്ന് അയൺസ് ഇതിൽ ഹിറ്റ് ചെയ്ത് ബോംബാർഡ് നടന്ന് അതിന് ശേഷം അതിൻ്റെ വേപ്പേഴ്സ് വന്നിട്ട് ഇതിൽ വന്നിട്ട് നമുക്ക് കോട്ടിങ് സംഭവിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ലോ പ്രഷർ സോണാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നമുക്ക് വാക്വമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഫിഗർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ വേഫർ ഉണ്ട്, ഇവിടെയാണ് ടാർഗറ്റ്, ഇതിൽ പ്ലാസ്മ സംഭവിച്ചിട്ട് RF സിഗ്നൽ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം ഈ ഒരു കണക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ കോട്ടിങ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഫിസിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമുക്കിനി ലിഗ ഉണ്ട്, എപ്പിടാക്സി ഒക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.